ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ടയുടെ ഏവിയേറ്റർ വണ്ടി വർക്കിന് കയറ്റിയായിരുന്നതാണ്. നമ്മളിപ്പോൾ അതിൻ്റെ വണ്ടി കുറേ നാൾ ഉപയോഗിക്കാണ്ട് വെച്ചായിരുന്നതാണ്. അതിനുശേഷം സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റാണ് കാണിച്ചായിരുന്നത്. പിന്നെ ഇപ്പോൾ റീടെസ്റ്റിൻ്റെ ടൈം ആയിട്ടുണ്ട്. 31-ാം തീയതി ടെസ്റ്റാണ് ഡേറ്റ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ടൊന്ന് നോക്കി. വണ്ടി നമ്മൾ കാർബറേറ്റർ യൂണിറ്റൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചാണ്. പക്ഷേ കാർബറേറ്ററൊക്കെ ഇരുന്ന് ഉപയോഗിക്കാതിരുന്ന് ഫുള്ള് എന്താ പറയുക, ദ്രവിച്ച് പോയേക്കണ അവസ്ഥയാണ്. അതുകൊണ്ടാ അതിൻ്റെ ഉള്ളിൽ ശരിക്കും ഫംഗസ് പോലെ പിടിച്ച് ഫുള്ള് ജാമായി പോയി കമ്പതിനകത്ത്. ഈ കാർബറേറ്റർ നമ്മൾ എങ്ങനെ നോക്കിയെടുത്താലും ക്ലിയർ ആവില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാലോ ഓവർഫ്ലോൻ്റെ പ്രശ്നം കാണിക്കും, അതല്ലെങ്കിൽ മിസ്സിങ്. ഇപ്പോൾ എങ്ങനെ ചെയ്താലും ആ പൈസ പോകുന്നല്ലാണ്ട് പ്രത്യേകിച്ച് ഉപകാരമില്ല. അപ്പോൾ നമുക്ക് ഈ കാർബറേറ്റർ അസംബ്ലി മാറ്റി പുതിയത് വെക്കേണ്ടി വരും. അതേപോലെ തന്നെ ടാങ്കൊക്കെ ഫുള്ളായിട്ടൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിട്ട് വേണം റീസെറ്റ് ചെയ്യാനായിട്ട്. പിന്നെ വണ്ടി ഉപയോഗിക്കാതിരുന്നിട്ട് വന്നാണ് വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ ബാറ്ററി ഓൾറെഡി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഫോർക്കിൻ്റെ ഭാഗത്തൊക്കെ ലീക്കാണ്, ഓയിൽ ലീക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സ്വാഭാവികമായിട്ട് വണ്ടി ഉപയോഗിക്കാതിരിക്കുന്ന വണ്ടിയുടെ ക്ലച്ച് ഭാഗം അഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ ക്ലച്ച് ഷൂ തുടങ്ങിയിട്ട് സാധനങ്ങളൊക്കെ ഡാമേജ് ഉണ്ടാവാനായിട്ടൊരു സാധ്യതയുണ്ട്. അപ്പം നിലവിൽ നമുക്ക് റീടെസ്റ്റിൻ്റെ ഡേറ്റ് തൊട്ടടുത്ത് വെക്കാം. നമുക്ക് ഒരാഴ്ച ഉള്ളൂ കഷ്ടി. സാധാരണ നമ്മളൊരു പെയിൻറ്റിങ് വണ്ടി ഒരു പെയിൻറ്റിങ് വർക്കിന് വേണ്ടിയിട്ട് കയറ്റി കഴിഞ്ഞാൽ 10 മുതൽ 15 ദിവസം വരെയൊക്കെ സാധാരണ നോർമൽ രീതിയിൽ പെയിൻറ്റിങ് വർക്ക്ഷോപ്പിൽ വരാറുണ്ട്. അതിനേക്കാൾ ഉപരി നമ്മളിപ്പോൾ ഇതിൻ്റെ ഫുള്ളായിട്ട് അഴിച്ച് അതിൻ്റെ സർവീസ് മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ ക്ലിയർ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് അടക്കം എടുത്തിട്ട് വേണം വണ്ടി പിന്നെ പെയിൻറ്റിങ്ങിനൊക്കെ കയറ്റാനായിട്ട്. അല്ലെങ്കിൽ പിന്നെ പെയിൻറ്റിങ് കഴിഞ്ഞിട്ട് പൊല്യൂഷൻ എടുത്താലും എങ്ങനെയാലും കുഴപ്പമില്ല. പക്ഷേ എന്നാൽ പോലും നമുക്ക് അതിനൊന്നുമുള്ള ടൈമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ആകെക്കൂടി ഇപ്പോൾ ഒരു വ്യാഴാഴ്ച തന്നെയും കിട്ടിയാലാണ്, പെയിൻറ്റിങ് കഴിഞ്ഞ് കിട്ടിയാലാണ് നമുക്ക് ബാക്കിയത്തെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ശനിയാഴ്ച ആണെങ്കിലും ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഞായറും തിങ്കളും അവധിയാണ്. തിങ്കളാഴ്ച ഗവൺമെൻറ് അവധിയാണ്, ഞായറാഴ്ച പിന്നെ ടെസ്റ്റ് നടക്കില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ഡേറ്റ് എന്തെങ്കിലും കഴിഞ്ഞു പോകും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പെനാൽറ്റി എന്തെങ്കിലും വരും. പിന്നെ സ്വാഭാവികമായിട്ട് ഈ കാർബറേറ്റർ ബാറ്ററി തുടങ്ങിയ ഭാഗങ്ങളൊക്കെ മാറ്റി വരുമ്പോൾ അത്യാവശ്യം എമൗണ്ട് വരാനും സാധ്യതയുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് വർക്ക് കണ്ടിന്യൂ ചെയ്യാണോ എന്നുള്ള ദിവസം നോക്കിയിട്ടൊന്ന് കൃത്യമായിട്ടൊന്ന് പറയാം. കാരണം വണ്ടിക്ക് പഴക്കമുണ്ട്. പക്ഷേ നമുക്ക് ഈ വേണ്ടി വരുന്ന പാർട്സുകൾ ഈ പറഞ്ഞ രീതിയുടെ കറക്റ്റ് ഹോണ്ടയുടെ പാർട്സുകൾ എന്ന് പറയുമ്പോൾ അതൊക്കെ അതിൻ്റേതായിട്ടുള്ള റേറ്റ് തന്നെ ഉണ്ടല്ലോ. അപ്പോൾ അതൊന്ന് നോക്കിയിട്ടൊന്ന് പറയാം. ഒരു കൺഫ്യൂഷൻ വന്നപ്പോൾ അങ്ങനെ നിർത്തിയാകണമാണ്. കാരണം ഉപയോഗിക്കുന്നില്ലെങ്കിൽ വീണ്ടും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. വണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നാലാണ് വണ്ടിക്ക് കംപ്ലയിൻ്റ് ഇല്ലാതിരിക്കുള്ളൂ. ഇതേപോലെ വണ്ടി കയറ്റി വെച്ചാൽ നോർമൽ വരുന്ന കംപ്ലയിൻസുകളൊക്കെ തന്നെയാണ് ഇപ്പോൾ വണ്ടിക്ക് വന്നേക്കണത്. ഇപ്പോൾ കാർബറേറ്റർ വന്നിട്ടുണ്ട്. കാർബറേറ്റർ ഏകദേശം ഒരു 3000 രൂപ താഴെ വരുന്നുണ്ട്. ബാറ്ററിക്ക് ഒരു ഏകദേശം നമുക്കൊരു 1000, 1600, 1700 അങ്ങോട്ട് ബാറ്ററി വരും. ക്ലച്ച് അഴിക്കുമ്പോഴുള്ള അവസ്ഥ നമുക്ക് അറിയില്ല. കാരണം അഴിച്ചിട്ടില്ല. 90% അതിൻ്റെ ക്ലച്ച് ഷോക്ക് പൊളിഞ്ഞു പോയിട്ടുണ്ടാവും. അഴിക്കുമ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഈ ബ്രേക്ക് ലൈൻഡറുകൾ അതൊക്കെ നമ്മളിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് അഴിച്ച് ചെക്ക് ചെയ്യേണ്ടതാണ്. ചെക്ക് ചെയ്താലാണ് അത് നമുക്ക് വിശ്വസിച്ച് വണ്ടി ഓടിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ അഴിക്കുന്ന സമയത്ത് അതിൻ്റേതായിട്ടുള്ള ചിലവുകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ കണക്ക് കൂട്ടിയിട്ട് വേണം നമ്മളത് വർക്ക് ചെയ്യുന്ന കേസ് നമുക്ക് പരിഗണിക്കാനായിട്ട്. അപ്പോൾ ഒന്ന് വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് പറയാം. എന്തായാലും ചെയ്യാനുള്ളൊരിതാണെന്നുണ്ടെങ്കിൽ ഞാനത് ബാക്കിയത്തെ ജനറലായിട്ടുള്ള കണക്കാക്കിയിട്ട് മൊത്തം ഒന്ന് അഴിച്ച് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഏകദേശം നമുക്ക് എത്ര കോസ്റ്റ് വരും എന്നൊക്കെ നമുക്കൊരു ഐഡിയ വേണമല്ലോ. അതനുസരിച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. എന്തായാലും നമുക്ക് ആ ടൈമിനുള്ളിൽ കിട്ടാനായിട്ടുള്ള സാധ്യത 99% സാധ്യത കുറവാണ്. അപ്പോൾ എന്തായാലും കാരണം വെച്ചാൽ നമുക്ക് ശനിയാഴ്ച തന്നെ ടെസ്റ്റ് നടത്തിയാലാണ് പെനാൽറ്റി ഇല്ലാണ്ട് വരുള്ളൂ. കാരണം 31-ാം തീയതി ഒക്കെ അവധിയാണ്. ഞായർ, ശനി, ഞായറൊക്കെ അവധിയാണ്. അല്ല, ഞായറും തിങ്കളൊക്കെ അവധിയാണ്. അതാണ് പ്രോബ്ലം. അപ്പോൾ എന്തായാലും ഒന്ന് വീഡിയോ കണ്ടപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. അതനുസരിച്ച് നമുക്ക് എങ്ങനെ വേണ്ടതെന്ന് വെച്ച് ചെയ്യാം. ഓക്കെ.